ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യവും ശേഷം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഈ വാക്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പും കൂടിയാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല, മറിച്ച് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് യേശുക്രിസ്തു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. കേവലം പ്രാർത്ഥനയിലോ വാക്കുകളിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ വിശ്വാസം. അത് പ്രവൃത്തികളാൽ സാക്ഷ്യപ്പെടുത്തണം. വിശ്വാസം, പ്രവൃത്തി, ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. ഇന്നത്തെ ലോകത്തിൽ പലരും ബാഹ്യമായ ആചാരങ്ങൾക്കും പ്രകടനപരതയ്ക്കും പ്രാധാന്യം നൽകുമ്പോൾ ഈ വചനങ്ങൾ നമ്മെ ആത്മപരിശോധനയ്ക്ക് ക്ഷണിക്കുന്നു. പാപവും ധാർമ്മികമായ വെല്ലുവിളികളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ വെല്ലുവിളി. എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ പാറമേൽ തൻ്റെ വീട് പണിത വിവേകമുള്ള മനുഷ്യന് തുല്യനായിരിക്കുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സുവിശേഷ ഭാഗം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനുള്ള ഒരുക്കത്തിൻ്റെ പ്രാധാന്യത്തെയും ഊന്നി പറയുന്നു. പാറമേൽ പണിത വീട് കൊടുങ്കാറ്റിലും തകർന്നു പോകാത്തതുപോലെ ദൈവവചനമാകുന്ന പാറമേൽ ജീവിതം പടുത്തുയർത്തുന്നവർക്ക് അന്ത്യനാളിലെ ന്യായവിധിയെയും ലോകാവസാനത്തിലെ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ തീർച്ചയായും സാധിക്കും. എന്നാൽ വചനം കേട്ട് പ്രവർത്തിക്കാത്തവൻ മണൽപ്പുറത്ത് വീട് പടുത ബുദ്ധിഹീനന് തുല്യനായിരിക്കും. ആ വീട് കൊടുങ്കാറ്റിൽ തകർന്നു പോകും. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, ദൈവം നമ്മെ അവിടുത്തേക്കായി സൃഷ്ടിച്ചു. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. അതിനാൽ സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ജാഗരൂകരായിരിക്കണം. ഈ ലോകത്തിലെ പ്രലോഭനങ്ങൾ വീഴാതെ ദൈവഹിതം നിറവേറ്റി ജീവിക്കാൻ നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം. അവിടുന്ന് നമുക്ക് നൽകുന്ന പ്രത്യാശയും ആശ്വാസവും വളരെ വളരെ വലുതാണ്. അവിടുത്തെ വചനം പിന്തുടരുന്നവർക്ക് നിത്യജീവനും സുരക്ഷിതത്വവും അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ തിരുഹിതം നിറവേറ്റി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം.